ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ന്യായാധിപനായിരുന്നു സാംസൺ. സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ സാംസൺ അതിയായി സ്നേഹിച്ചു. ഈ വിവരമറിഞ്ഞ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ഇത് സാംസണെതിരെ ഒരു ആയുധമാക്കാൻ തീരുമാനിച്ചു. അവർ ദലീലായുടെ അടുത്ത് ചെന്നു. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കി അവനെ ഒറ്റിക്കൊടുത്താൽ അവർ ഓരോരുത്തരും 1100 വെള്ളി നാണയം വീതം തരാമെന്ന് പറഞ്ഞു. തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭാരിച്ച പാരിതോഷികം സാംസനെ ചതിക്കാൻ ദലീലയെ പ്രേരിപ്പിച്ചു. അവൾ പ്രണയം നടിച്ച് സാംസനോട് പറഞ്ഞു, "നീ അമാനുഷിക ശക്തികൾ സ്വായത്തമാക്കിയിട്ടുണ്ടല്ലോ. ഒരുപക്ഷേ നിന്നേക്കാൾ ശക്തരായ ആരെങ്കിലും നിന്നെ കീഴടക്കിയാൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ." സാംസൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എന്നെ കീഴടക്കാനോ? കളിയാക്കണ്ട. നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ആകുലത നീ മനസ്സിലാക്കുന്നില്ലല്ലോ." അവൾ പിണക്കം നടിച്ചു. സാംസൺ ആകെ അസ്വസ്ഥനായി. തൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തിയാലോ? വേണ്ട, പക്ഷേ പറയാതിരുന്നാൽ? സാംസൺ ആലോചനാമഗ്നനായി. ദലീല പരിഭവിച്ചു തന്നെ. അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച് സാംസൺ പരാജിതനായി. ഒടുവിൽ ഒരു നുണ പറഞ്ഞ് രംഗം തണുപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ അവളോട് പറഞ്ഞു, "ദലീല, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ഇനിയെങ്കിലും എന്നോട് സംസാരിക്കൂ." തൻ്റെ ലക്ഷ്യം വിജയിച്ചുവെന്ന് കരുതിയ ദലീല പിണക്കം വെടിഞ്ഞ് സാംസണുമായി പ്രണയസല്ലാപം തുടർന്നു. അവൻ ഉറക്കമായി എന്ന് മനസ്സിലാക്കിയ അവൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിവരമറിയിച്ചു. അവർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും എന്നറിയാൻ മറ്റൊരു മുറിയിൽ പതിയിരുന്നു. ദലീല ഉറങ്ങിക്കിടന്ന സാംസനെ ഞാൺ കൊണ്ട് ബന്ധിച്ചു. എന്നിട്ട് അവൾ സാംസനെ വിളിച്ചു പറഞ്ഞു, "സാംസൺ, ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു." സാംസൺ ഞെട്ടിയുണർന്നു. അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. സാംസനെ പിടികൂടാൻ കാത്തിരുന്ന ഫിലിസ്തീർ നിരാശരായി. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് ദലീലയ്ക്ക് മനസ്സിലായി. അവൾ സാംസനോട് പറഞ്ഞു, "നീ എന്നോട് നുണ പറഞ്ഞു. നിനക്കെന്നോട് സ്നേഹമില്ല. അതുകൊണ്ടല്ലേ നീ എന്നോട് കള്ളം പറഞ്ഞത്?" അവളെ കബളിപ്പിക്കാനായി സാംസൺ വീണ്ടും പറഞ്ഞു, "ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും." അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. എന്നിട്ട് അവനോട് പറഞ്ഞു, "സാംസൺ, ഇതാ ഫിലിസ്തീർ വരുന്നു." ഇത് കേട്ട പാടെ തന്നെ കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു, "ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയൂ." അവൾ പരിഭവം നടിച്ചു. എന്നാൽ സാംസൺ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, "എൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും." സാംസൺ ഉറങ്ങാനായി അവൾ കാത്തിരുന്നു. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. പതിവ് പോലെ അവനോട് പറഞ്ഞു, "സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു." അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊട്ടിച്ചു. ദലീല കൂടുതൽ നിരാശയിലായി. അവൾ അവനോട് ചോദിച്ചു, "നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല." അവളിങ്ങനെ ദിവസം തോറും അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. സാംസൺ ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് ദൈവവുമായുള്ള ഉടമ്പടി, മറുവശത്ത് തൻ്റെ കാമുകി. ഒടുവിൽ ആ രഹസ്യം അവൻ്റെ പ്രണയത്തിന് മുന്നിൽ തകർന്നു വീണു. അവൻ പറഞ്ഞു, "ദലീല, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും." ദലീല കാത്തിരുന്ന നിമിഷം സാംസന്റെ ശക്തിയുടെ രഹസ്യം അവൾ ഫിലിസ്തീനയുടെ നേതാക്കളെ അറിയിച്ചു.
അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കൾ പണവുമായി അവളുടെ അടുത്തെത്തി. ഇതൊന്നും അറിയാതെ പ്രണയിനിയുടെ മടിയിൽ തലവച്ചുറങ്ങുകയായിരുന്നു സാംസൺ. ദലീല ഒരു ക്ഷുരകനെ വരുത്തിച്ച് സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. വ്രതം മുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പതിയിരുന്ന ഫിലിസ്ത്യർ അവനെ പിടിച്ചുകെട്ടി. അവന്റെ കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് അവനെ കാരാഗൃഹത്തിലാക്കി. അടിമകളോടൊപ്പം അവനെ മാവു പൊടിക്കുന്ന ജോലിയിലേർപ്പെടുത്തി. ഇസ്രായേലിന്റെ ന്യായാധിപനായ സാംസൺ തന്റെ ശത്രുക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ദൈവവുമായുള്ള ഉടമ്പടി കേവലമൊരു അഭിസാരിക കാരണം ലംഘിക്കപ്പെട്ടതിൽ സാംസൺ അതിയായി ദുഃഖിച്ചു. തന്റെ പതനമോർത്ത് അനുദിനം അവൻ ദൈവത്തോട് മാപ്പിരന്നു. ഒടുവിൽ ആ ദിനം വന്നെത്തി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലിയർപ്പിക്കുന്ന ദിവസം. സകല ഫിലിസ്ത്യ പ്രഭുക്കന്മാരും ആഘോഷിക്കാൻ ഒരുമിച്ചുകൂടി. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. ഇവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്. നമ്മളിൽ അനേകരെ കൊന്നവനുമാണ്. ഇസ്രായേൽ ന്യായാധിപൻ, അവനിപ്പോൾ നമ്മുടെ അടിമ. അവനെ പുറത്തു കൊണ്ടുവരൂ. അവന്റെ അഭ്യാസം നമുക്കൊന്ന് കാണാം. അന്ധനായ അവന് എന്തു ചെയ്യാൻ കഴിയും? സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. അപമാനം, അസഹനീയം. സാംസൺ ആകെ അസ്വസ്ഥനായി. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് ആ കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അന്ന് അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാംസൺ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി. കാരാഗൃഹത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ബാലനോട് അവൻ പറഞ്ഞു, ഞാൻ ക്ഷീണിതനായിരിക്കുന്നു. അല്പസമയം ഈ കെട്ടിടത്തിന്റെ തൂണുകളിൽ എനിക്കൊന്ന് ചാരി നിൽക്കണം. ബാലൻ വിസമ്മതിച്ചില്ല. ഉഗ്രസിംഹത്തെയാണ് കൂട് തുറന്നുവിടുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. സാംസൺ തൂണുകൾ 2 കൈകൊണ്ടും ചുറ്റിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. പാപിയായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ഒരിക്കൽ കൂടി ശക്തനാക്കണമേ. ഞാൻ അങ്ങയോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. നഷ്ടപ്പെട്ട എൻ്റെ കണ്ണുകൾക്ക് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. ഇതു പറഞ്ഞുകൊണ്ട് കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ സാംസൺ പിടിച്ചു. വലതുകൈ ഒരു തൂണിലും ഇടതുകൈ മറ്റൊരു തൂണിലും വെച്ച് അവൻ ആഞ്ഞു തള്ളി. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. ക്ഷണനേരം കൊണ്ട് കെട്ടിടം തകർന്നു വീണു. തന്റെ ശത്രുക്കളോടൊപ്പം സാംസണും മരിച്ചു. സാംസന്റെ സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവന്റെ ശരീരം കൊണ്ടുപോയി. സോറായ്ക്കും എഷ്താവോലിനുമിടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്.